ഇവിടെ ധാരാളമായിട്ട്, അതായത് ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന കസേരകൾ, അതുപോലെ തന്നെ ഗുരുദേവൻ്റെ ശിഷ്യനായിരുന്ന ആൾ സമാധിയായ സ്ഥലം, ഇതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ ധാരാളമായിട്ട് ഗുരുദേവൻ്റെ ആപ്തവചനങ്ങൾ, അതായത് സത്യമായ, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പുതുതലമുറയ്ക്ക് വേണ്ടിയിട്ട്, പുതുതലമുറയുടെ ഒരു 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 ഉദ്ബോധ നായകനായിട്ട് വേണമെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനെ നമുക്ക് ചിന്തിക്കാം. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഒരു പുണ്യാത്മാവായിരുന്നു. അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം അതുകൊണ്ടാണ് പറയുന്നത് ലോകവുമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ആധുനികതയുടെ ഏറ്റവും, നവോത്ഥാനത്തിൻ്റെ നായകന്മാരിൽ ഏറ്റവും അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന ഒരു പരമാത്മാവാണ് ശരിക്കും പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ. നമുക്ക് ഇനിയിപ്പോൾ ആദ്യമേ വൈദിക മഠത്തിലോട്ട് ഒന്ന് പോയിട്ട് വരാം. ഈ വൈദിക മഠത്വം എന്ന് പറയുമ്പോൾ ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന പണ്ട് കാലത്ത് ഗുരുദേവൻ ഈ ഇവിടെ വന്ന് താമസിച്ച സമയത്ത് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ കണ്ടില്ലേ, മഹാസമാധി മന്ദിരം നമ്മളിപ്പോൾ കണ്ടിട്ട് വന്നതാണ്. നല്ലൊരു ബോർഡൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് ഈ ശിവഗിരി തീർത്ഥാടനത്തെ കുറിച്ചുള്ള കുറച്ച് ചരിത്രങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരാം. അതായത് വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും ടി.കെ. കിട്ടൻ എഴുത്തുകാരനും ചേർന്നാണ് ശിവഗിരി തീർത്ഥാടനം എന്നറിയപ്പെടുന്ന ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചത്. 1928 ജനുവരിയിൽ ഗുരുദേവൻ ഇത് യഥാവിധി അംഗീകരിച്ചു. SNDPയുടെ നാഗമ്പടം ശിവക്ഷേത്രമായിരുന്നു ക്രമീകരണം. ഉച്ചകഴിഞ്ഞ് 3 മണിയായി. ഗുരുദേവൻ ഒരു മാവിന് ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ ഇരുവരും ശിവഗിരി തീർത്ഥാടന സങ്കല്പം അവതരിപ്പിച്ചു. അതിന് തൻ്റെ അനുഗ്രഹം നൽകുന്നതിന് മുമ്പ് അദ്ദേഹം അത്തരമൊരു തീർത്ഥാടനത്തിന്റെ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചു. അദ്ദേഹം പറഞ്ഞു, യൂറോപ്യൻ പുതുവർഷത്തിന്റെ തുടക്കത്തിൽ തീർത്ഥാടകർ ഒത്തുചേരട്ടെ. മലയാളം കലണ്ടറിൽ ധനു 16-17 ആയിരിക്കണം. തീർത്ഥാടകർ ശ്രീബുദ്ധന്റെ പഞ്ചശുദ്ധി, അതായത് പഞ്ചതത്വങ്ങളാണ്, ആ പഞ്ചശുദ്ധി തത്വങ്ങൾ അനുസരിച്ച് 10 ദിവസത്തെ ആത്മശുദ്ധീകരണം ആചരിക്കട്ടെ. ഇവിടെ ഗുരുദേവന്റെ ഒരു ഗുരു പുഷ്പാഞ്ജലിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കൊള്ളാം. പിന്നെ ധർമ്മം എന്ന് പറഞ്ഞാൽ ശരിക്കും ശരീരം, ഭക്ഷണം, മനസ്സ്, വാക്ക്, പ്രവൃത്തി, ഇതാണ് ധർമ്മമെന്ന് അദ്ദേഹം വ്യാഖ്യാനം കൊടുത്തത്. ധർമ്മത്തിനുള്ള വ്യാഖ്യാനം എത്ര മഹത്തരമാണ്. തീർത്ഥാടകർക്ക് മഞ്ഞ വസ്ത്രം ധരിക്കാമെന്ന് അദ്ദേഹം വിധിച്ചു. ശ്രീബുദ്ധൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങളുടെ നിറം അതാണ് മഞ്ഞ. ഞങ്ങൾ മഞ്ഞ വസ്ത്രങ്ങൾ ശുപാർശ ചെയ്തതിനാൽ ആരും മഞ്ഞപ്പട്ട് വാങ്ങരുത്. തീർത്ഥാടനത്തിൽ പുതുവസ്ത്രം പോലും ആവശ്യമില്ല. ഒരു തീർത്ഥാടകന് വെള്ളവസ്ത്രം മഞ്ഞൾ വെള്ളത്തിൽ മുക്കി ഉണക്കിയ ശേഷം ധരിക്കാം. തീർത്ഥാടനം ലാളിത്യത്തോടെ നടത്തുകയും സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും വേണം. കണ്ടില്ലേ, ഇവിടെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ ഗ്ലാസ്സിലെ റിഫ്ലക്ഷൻ കാരണം ശരിക്കും പറഞ്ഞാൽ അകത്തെ കാഴ്ചകൾ ചെറുതായിട്ടേ കാണുന്നുള്ളൂ. കണ്ടോ, കസേര, കട്ടില്, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട് കേട്ടോ. അടിപൊളി, കൊള്ളാം, നല്ല മനോഹരമായൊരു കാഴ്ച. അപ്പോൾ സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, അതായത് കസേര, അദ്ദേഹത്തിൻ്റെ കിടക്ക, ഈ കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഇന്നും അതുപോലെ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. അതിപവിത്രമായ ദിവ്യമായ ഒരു സ്ഥലം. കൊള്ളാം. ഇവിടെ CCTV ക്യാമറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, മനോഹരമായൊരു തുളസിത്തറ. അത് പഴയ കാലത്തെ ഒരു നിർമ്മിതിയെ പുതുക്കി നിർമ്മിച്ചതാണ്. ശരിക്കും ഈ ശിവഗിരി തീർത്ഥാടനം വളരെ ലാളിത്യത്തോടെ നടത്തണം. അതായത് സ്തുതിഗീതങ്ങൾ പാടി വളരെ ലാളിത്യത്തോടെ നടത്തണമെന്ന് ഗുരുദേവന് വളരെ നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഈ ആർപ്പുവിളികൾ പാടില്ല. തീർത്ഥാടകരെ ആഡംബരത്തിന്റെ കെണിയിൽ നിന്ന് സൂക്ഷ്മമായി ഒഴിവാക്കണം. അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് വളരെ നിർബന്ധമുണ്ടായിരുന്നു.
പിന്നെ അതുപോലെ തന്നെ ഗുരുദേവൻ തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യങ്ങൾ വിരലുകളിൽ എണ്ണി അവ എങ്ങനെ നേടാമെന്ന് ഈ ഗോവിന്ദൻ വൈദ്യർക്കൊക്കെ ആയിട്ട് വിശദീകരിച്ചു കൊടുത്തു. വിദ്യാഭ്യാസം, ശുചിത്വം, അതാണ്ട് ഇവിടെ ഭരണനിർവഹണ കാര്യാലയമാണ്, നല്ലൊരു പിന്നെ ബിൽഡിംഗ് ഉണ്ട്, ഭരണനിർവഹണ കാര്യാലയം. പിന്നെ വിദ്യാഭ്യാസം, ശുചിത്വം, ദൈവത്തോടുള്ള ഭക്തി, സംഘടന, കൃഷി, വ്യാപാരം, കരകൗശല വസ്തുക്കൾ, സാങ്കേതിക പരിശീലനം എന്നിവയായിരുന്നു അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അതെല്ലാം അദ്ദേഹം എണ്ണി പറയുകയുണ്ടായി. അതാണ് അതിൻ്റെ രസം. ഒടുവിൽ ഇലവുംതിട്ട ഗ്രാമത്തിൽ നിന്ന് ആദ്യ തീർത്ഥാടനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇപ്പം നമ്മൾ പോയ സ്ഥലമെന്ന് പറയുന്നത് വൈദിക മഠം, അതായത് ഗുരുദേവൻ പിന്നെ സമാധി അടഞ്ഞ മുറിയും ഉപയോഗിച്ചിരുന്ന ദിവ്യ വസ്തുക്കളൊക്കെയാണ്. ഇനി അടുത്തത് അങ്ങോട്ട് പോയാൽ, മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശാരദാമഠമാണ് കാണുന്നത്. നമ്മളിങ്ങനെ കയറി വന്ന വഴിക്ക് തന്നെ കണ്ട സ്ഥലമാണ് ശാരദാമഠം. നമുക്ക് നേരെ ശാരദാമഠം കൂടെ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം വർക്കല ശിവഗിരിയിലെ ഏകദേശം എല്ലാ കാഴ്ചകളും നമുക്ക് കഴിയും. ഓക്കെ, നമുക്കപ്പോൾ ശാരദാമഠം കൂടെ ഒന്ന് കാണാം. ഇലവുംതിട്ടയിലെ SNDP യൂണിറ്റ് നമ്പർ 76 തീർത്ഥാടനത്തിനായിട്ട് PK ദിവാകരപ്പണിക്കർ, PK കേശവൻ, PV രാഘവൻ, അതേപോലെ MK രാഘവൻ, S ശങ്കുണ്ണി എന്നീ 5 യുവാക്കളെ തിരഞ്ഞെടുത്തത്. ശ്രീനാരായണ ഗുരു നിർദ്ദേശിച്ചതുപോലെ 5 തീർത്ഥാടകരും തിളങ്ങുന്ന മഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. ശിവഗിരിയിലേക്കുള്ള വഴിയിലുടനീളം അവർ മഹാകവി കുമാരനാശാൻ എഴുതിയ സ്വാതന്ത്ര്യഗാഥ പാരായണം ചെയ്യുകയായിരുന്നു. അവരെ അന്നത്തെ പ്രമാണിമാരൊക്കെ മഞ്ഞക്കിളികൾ എന്ന് വിളിച്ച് കളിയാക്കിയിരുന്നു. പക്ഷെ അവരൊരിക്കലും അതിനകത്തൊന്നും പ്രകോപിതരായിട്ടില്ല. വളരെ പുഞ്ചിരിയോടെ തന്നെയാണ് അതിനെ നേരിട്ടത്. ശ്രീനാരായണ ഭക്തർ അവരുടെ ചുമലിൽ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തമായ ശിവഗിരിയിലെത്തുക എന്നതാണ് അവരുടെ മനസ്സിലെ പ്രധാന ചിന്ത. നമ്മളിപ്പോൾ കാണുന്നത് ശാരദാമഠമാണ്. അവരുടെ ദൗത്യം വലിയ വിജയമായിരുന്നു. വിഷയങ്ങളിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുവാൻ അദ്ദേഹം അവരെ ഉപദേശിച്ചു. പ്രഭാഷണങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം, അതിലും പ്രധാനമായി തത്വങ്ങൾ പ്രായോഗികമാക്കണം. പരിശ്രമങ്ങൾക്കൊപ്പം വിജയമുണ്ടാകണം, എങ്കിലേ നാടിനും ജനങ്ങൾക്കും നേട്ടമുണ്ടാകും. ശിവഗിരി തീർത്ഥാടനത്തിന്റെ പ്രധാന ലക്ഷ്യം ഇതായിരിക്കണം. ഇതൊക്കെയാണ് ഗുരുവിൻ്റെ ഉദ്ബോധനങ്ങൾ. വളരെ വിശാലവും പിന്നെ നവീനവുമായ ചിന്താഗതികളുള്ള ഒരു മഹത് വ്യക്തിത്വത്തിനുടമയായിരുന്നു സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോൾ ഇത് ശാരദാമഠമാണ്. ശാരദാമഠം ശാരദാദേവി ക്ഷേത്രമാണ് ശരിക്കും പറഞ്ഞാൽ. സരസ്വതിയെ പിന്നെ ദേവിയായി ഉപാസിക്കുന്ന, അല്ലെങ്കിൽ സരസ്വതി ദേവിയുടെ ക്ഷേത്രമായിട്ട് സങ്കല്പിച്ച് അദ്ദേഹം പടുത്ത നവീന ക്ഷേത്ര ശൈലിയാണിത്. ശരിക്കും പറഞ്ഞാൽ നവോത്ഥാനത്തിൻ്റെ ഒരു വലിയ തുടക്കം നമുക്ക് ഈ ഒരു ക്ഷേത്രം കാണുമ്പം ദർശിക്കാൻ പറ്റും. വളരെ മഹത്തരമായ മനോഹരമായ ഒരു നവോത്ഥാനത്തിൻ്റെ തുടക്കം തന്നെ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ധാരാളം ജനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ ദിവസങ്ങളിലും ഈ ഒരു ജനബാഹുല്യം ഇവിടെ ഉള്ളതാണ്. തീർത്ഥാടന സമയത്തൊക്കെ ഭയങ്കര ജനങ്ങളായിരിക്കും. ധാരാളം ഭക്തര് ഇവിടെ ഗുരുദേവന്റെ അനുഗ്രഹം തേടിയെത്താറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആദർശത്തിന്റെ ഒരു തീക്ഷ്ണമായ ഉദാഹരണം തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറഞ്ഞാൽ. ആദർശൻ എന്ന് പറയുന്നത് വാക്കുകളിലല്ല, അത് പ്രവൃത്തിയിലാണ് എന്ന് കാണിച്ചു തരുന്നത് കൊണ്ടാണ് ഇന്ന് ഇതുപോലൊരു മഹാപ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചത്. വളരെ മനോഹരം. കൊള്ളാം. ആധ്യാത്മിക ചിന്തയുടെ മഹത്തായ മറ്റൊരു ഉത്ഭവം. നമുക്ക് ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധി സ്ഥലവും ശിവഗിരിയിലെ ബാക്കി വിശേഷങ്ങളും ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബൈ.